ശരി, താൻ എന്തോടെ കാണിച്ചേ? എന്തു പറ്റി? ആ ഡ്രസ്സ് നേരം മാറ്റിയ അതെനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ? എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ? ആ ഡ്രസ്സിൽ താൻ അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. അത് നവീനത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മോളത് മാറ്റിവെച്ചിരിക്ക. നിങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തിൽ വല്ലതും പോകുമ്പോഴത്തേക്ക് ഇടാലോ. ഓ, അങ്ങനെയാണോ? എങ്കിൽ കുഴപ്പമില്ല. എടോ, ഞാനെപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ആ ട്രഡീഷണൽ ഡ്രസ്സുകൾ തന്നെ എന്റെ കഥയ്ക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത്. അതിടുമ്പോഴാ എനിക്ക് തന്നോട് വല്ലാതെ ഇഷ്ടം തോന്നുന്നത്. സോറി മാം. എങ്കിൽ പിന്നെ സെലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. എന്താ നവീൻ പറഞ്ഞതിന്റെ അർത്ഥം? ആരെ നവീൻ കണ്ടത്? അവള് വന്നിരുന്നു ഇവിടെ, ആ കൃഷ്ണ? ഞാൻ ചോദിക്കുന്നത് മമ്മി കേട്ടില്ലേ? അവൾ ഇവിടെ വന്നിരുന്നോന്ന്. വന്നിരുന്നു. അവൾ ഇവിടെ എങ്ങനെയാ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും മമ്മിക്ക് അവളെ മനസ്സിലായില്ലേ? അവളെ എന്റെ ജീവിതം ഇല്ലാതാക്കാനാ നോക്കുന്നേന്ന്. മമ്മി, അവളെപ്പോലെ ചതിക്കാൻ അറിയാവുന്ന ഒരുത്തി ഈ ഭൂമിയിൽ വേറെ ഇല്ല. മോളെ, എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? അവര് തമ്മിൽ കണ്ടെങ്കിലും ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ഓ, ഇനി പ്രത്യേകിച്ച് എന്തേലും സംഭവിക്കണായിരിക്കും. എന്നാലും ഞാൻ പരാതി പറയുന്നതിന് അർത്ഥമുള്ളൂ അല്ലേ? നോക്ക്, നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചെന്തിനാ? നവീനോട് നന്നായിട്ട് സംസാരിക്കാനല്ലേ, നന്നായിട്ട് പെരുമാറാനല്ലേ? ദേ, ഇപ്പൊ നവീൻ നിന്നെ കുറിച്ച് നല്ല രീതിയിലാ ചിന്തിക്കുന്നത്. അയാൾക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട്. എന്നോടല്ല, ആ കൃഷ്ണയോടാ. അവളോട് തോന്നിയ ഇഷ്ടം നിന്നോടാക്കി മാറ്റേണ്ടത് നിന്റെ ജോലിയാ. ബഹളം വെച്ച സ്വന്തം ജീവിതം ഇല്ലാണ്ടാവാൻ പോകുന്നത് അത് ഓർക്കണം മോള്. ഇതാ നവീൻ വരുന്നത്. മേഡം, നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മൊത്തത്തിലൊന്ന് മാറ്റിയാലോ? എന്തുപറ്റി? നവീന് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകേണ്ട ആവശ്യം വന്നോ? ഏയ്, എനിക്ക് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഇയാളെയും കൂട്ടി അങ്ങ് പോയാലോ എന്ന് ആലോചിക്കാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. കുറച്ചു മുമ്പേ ഗാഥന്റെ അടുത്ത് പെരുമാറിയതുപോലെയാണ് ഗാഥയുടെ പെരുമാറ്റമെങ്കിൽ മേഡം പറഞ്ഞത് 100% ഞാൻ വിശ്വസിക്കുന്നു. ഗാഥ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. എന്താ ഗാഥ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോ തൽക്കാലം ഇന്നത്തെ പരിപാടികൾ നമ്മളോട് അവസാനിപ്പിക്കുന്നു. നമുക്കിറങ്ങാം. മമ്മി, പൊയ്ക്കോ മോളെ. ഇത് തന്നെയല്ലേ നീയും ആഗ്രഹിച്ചത്? നവീന്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന്. ഓക്കെ ആയാലോ?